ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഉറുദു ഭാഷയിലെ അക്ഷരങ്ങളെയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉറുദു ഭാഷയിൽ ഉപയോഗിക്കുന്ന എന്നാൽ അക്ഷരമാലയിൽ കാണാത്ത ചില അക്ഷരങ്ങളെ പരിചയപ്പെടാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ പഠിച്ച ചോട്ടിയ എന്നതിൻ്റെ മറ്റൊരു രൂപം. ഇതിനെ ഉറുദു അക്ഷരമാലയിൽ ബഡിയ എന്നാണ് വിളിക്കാറ്. ഇത് സാധാരണയായി യ എന്ന സ്വരധ്വനിയെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. മേരേ, തേരേ, ഗയേ, ലിയേ. ഇതിൻ്റെ എല്ലാം അവസാനത്തിൽ നമ്മുടെ ബഡി യ എന്ന് ഉപയോഗിച്ചത് കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഉറുദു അക്ഷരമാലയിലെ ചോട്ടി ഹെ എന്നതിൻ്റെ മറ്റൊരു രൂപമാണ്. ഇത് പദത്തിൻ്റെ തുടക്കത്തിൽ അതുപോലെ പദത്തിൻ്റെ മധ്യത്തിൽ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ എഴുതാറുള്ളത്. ഇനി ഇതിൻ്റെ ഉദാഹരണങ്ങൾ പരിശോധിക്കാം. നോക്കൂ, ചോട്ടി ഹെ പ്ലസ് മീം ഹം എന്ന് വായിക്കുന്നു. അതുപോലെ തന്നെ ബെ പ്ലസ് ചോട്ടി ഹെ പ്ലസ് രി ബഹരി. ഇനി അടുത്ത ഉദാഹരണം നോക്കുക, ഫാത്തിമ. ഈ 3 ഉദാഹരണങ്ങളിലും ചോട്ടി ഹെ എന്നതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലും ഉപയോഗിച്ചതായി കാണുന്നു. ഉറുദുവിൽ ഉപയോഗിക്കുന്ന എന്നാൽ അക്ഷരമാലയിൽ ഇല്ലാത്ത മറ്റൊരു അക്ഷരത്തെ പരിചയപ്പെടാം. ദോ ചശ്മി ഹെ എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. ദോ ചശ്മി എന്ന് പറഞ്ഞാൽ 2 കണ്ണുള്ളത് എന്നാണ്. ഇത് പദത്തിൻ്റെ തുടക്കത്തിൽ വരാറില്ല. ഇതുകൊണ്ട് ഒരു പദവും തുടങ്ങാറില്ല എന്നാണ് അർത്ഥം. ഇത് വരുന്നത് മറ്റുള്ള അക്ഷരത്തെ ഗണിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദോ ചശ്മി ഹെ ഉപയോഗിച്ച ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ജണ്ട, ഗോപി, അന്ത, ഖോൽന. ഇതിൽ ദോ ചശ്മി ഹെ ഉപയോഗിച്ച അതിന് മുമ്പുള്ള അക്ഷരങ്ങളെ നമ്മൾ ഒന്ന് ഗണിപ്പിച്ച് ഉച്ചരിക്കുന്നു. അടുത്ത അക്ഷരം ഹംസ്. ഹംസ് എഴുതുന്നതിൻ്റെ രൂപമാണ് തൊട്ടുപുറത്തുള്ളത്. പൊതുവെ അലിഫ്, വാവ്, ചോട്ടിയ, ബഡിയ ഇവയുടെ കൂടെയാണ് ഹംസ് വരാറുള്ളത്. ഹംസ് എന്നുള്ളത് അലിഫിൻ്റെ മറ്റൊരു രൂപമാണ്. ഹംസ ഉപയോഗിച്ച ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഗോയിബ്, ആയി, ദവായി, ആയേ. ഇതിൻ്റെയൊക്കെ അവസാനത്തിൽ അലിഫ്, വാവ്, യാ, ബഡിയ എന്നിവയോടുകൂടെ ഹംസ് എഴുതിയതാണ് നാം കാണുന്നത്. അടുത്തത് ഉറുദു അക്ഷരമാലയിൽ നമ്മൾ നൂനിനെ പരിചയപ്പെട്ടു. ആ നൂനിന് പുള്ളി ഉണ്ടാകും. എന്നാൽ പുള്ളി ഇല്ലാത്തൊരു നൂന് ഉറുദുവിലുണ്ട്. ഇതിന് നൂനെ ഗുന്ന എന്നാണ് പറയാറുള്ളത്. നൂനെ ഗുന്ന അതിൻ്റെ ഉച്ചാരണം ഉറുദുവിലെ പുള്ളിയുള്ള നൂന് ഉച്ചരിക്കുന്നത് പോലെയല്ല. എന്നാൽ നൂനെ ഗുന്ന വന്ന പദം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മീമിൻ്റെ ഉച്ചാരണം പോലെ തോന്നുമെങ്കിലും അതിൻ്റെ ഉച്ചാരണം മീമിനെ പോലെയല്ല. ഉദാഹരണം നോക്കാം. ആദ്യത്തെ ഉദാഹരണം മാ. ഇവിടെ മാം എന്നോ മാൻ എന്നോ നമ്മൾ ഉപയോഗിക്കാതെ ആണ് നമ്മൾ പറയുന്നത്. മാ, ഹാ, കഹ, ആസ്മാൻ എന്നിങ്ങനെയാണ്. ആസ്മാന് എന്നോ ആസ്മാം എന്നോ അല്ല, അതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ഉച്ചാരണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്.